സംസ്ഥാനത്ത് വേനൽ മഴ കനത്ത നാശം വിതച്ച് പെയ്യുന്നത് തുടരുന്നു. വരും മണിക്കൂറുകളിലും കേരളത്തിലുടനീളം കാറ്റും ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൊവ്വാഴ്ച മുന്നറിയിപ്പ് നൽകി. വരാനിരിക്കുന്ന ഇടവപ്പാതിയുടെ മുന്നോടിയായി അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങളാണ് മഴ ഇത്ര ശക്തമാകാൻ കാരണം. ഇതേ തുടർന്ന് വരും ദിവസങ്ങളിൽ പ്രകൃതിക്ഷോഭ സാധ്യത മുന്നിൽ കണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകും. ഇതിനൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. 11 ജില്ലകളിലും കനത്ത മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശങ്ങളിലും മലയോരങ്ങളിലും കനത്ത ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെയും നിത്യോപയോഗ ഗതാഗത സംവിധാനങ്ങളെയും സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രധാന പാതകളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കനത്ത മഴ പെയ്യുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ കാഴ്ച മങ്ങുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ റോഡുകളിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും സുരക്ഷ ഉറപ്പാക്കാനും പോലീസിനോട് കാര്യക്ഷമമായി ഇടപെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് മഴ ഏറ്റവും വലിയ ഭീഷണിയാകുന്നത്. തുടർച്ചയായ മഴയിൽ നദികളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരങ്ങളിലുള്ളവരും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രശ്നങ്ങളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണം. ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെടുന്നത് നഗരങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളക്കെട്ടിന് കാരണമാകും. മഴയ്ക്കൊപ്പം എത്തുന്ന ശക്തമായ കാറ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴുകി വീഴാനും പോസ്റ്റുകൾ തകരാനും സാധ്യതയുണ്ട്. ഇത് വൈദ്യുതി ബന്ധം ദീർഘനേരം തടസ്സപ്പെടുന്നതിലേക്കും അപകടങ്ങളിലേക്കും നയിച്ചേക്കാം. ദുർബലമായ മേൽക്കൂരയുള്ള വീടുകൾക്കും താൽക്കാലിക കുടിലുകൾക്കും കാറ്റിൽ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് വലിയ ഭീഷണിയാണ് നിലവിലുള്ളത്. പശ്ചിമഘട്ട മലനിരകളിൽ തുടർച്ചയായി മഴ പെയ്യുന്നത് മണ്ണിലെ ഈർപ്പം വർദ്ധിപ്പിക്കുകയും ഇത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും കാരണമാവുകയും ചെയ്യും. അതിനാൽ മലയോര മേഖലകളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത രാത്രിയാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നീണ്ട തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും തീരവാസികളും ജാഗ്രത കൈവിടരുത്. സുരക്ഷിതമല്ലാത്ത താൽക്കാലിക ഘടനകളോ ഷെഡുകളോ തീരത്തുണ്ടെങ്കിൽ അവയ്ക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. കടലിൽ പോകുന്നവർ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അനുസരിക്കണം. കനത്ത മഴയും കാറ്റും മനുഷ്യരുടെ നിത്യജീവിതത്തെ മാത്രമല്ല കന്നുകാലികളെയും കാർഷിക മേഖലയും പ്രതികൂലമായി ബാധിച്ചേക്കാം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് സർക്കാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും പൊതുജനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കനത്ത ഇടിമിന്നലിനുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും സുരക്ഷിതമായ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറണമെന്നും കാലാവസ്ഥാ വിദഗ്ധർ ഓർമ്മിപ്പിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഭീഷണിയിലുള്ള മേഖലകളിലും താമസിക്കുന്ന ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ആവശ്യമെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറാൻ മടിക്കരുത്. സുരക്ഷിത മേഖലകളിൽ തുടരുക എന്നതു മാത്രമാണ് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ജീവൻ രക്ഷിക്കാനുള്ള പോംവഴിയെന്ന് റവന്യൂ അധികൃതരും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.